രവിശിവന്റെ കയ്യിൽ കാർഡൊക്കെ ആയിട്ട് അത് നിങ്ങൾക്കുള്ള പണിയാ. അയ്യോ പണിയല്ല, ചോദ്യം. കൊറേ കാലമായല്ലോ ഈ ജീപ്പിലൊക്കെ ഒപ്പൊക്കെ ഇരിക്കുന്നു, ഭയങ്കര കെമിസ്ട്രി ആണെന്നൊക്കെ ഞാൻ കണ്ടു. സോ നിങ്ങൾക്കുള്ളൊരു ടാസ്ക് എന്താണ്? ഒരു കോമഡി ക്വസ്റ്റ്യൻ. കുസൃതി ചോദ്യമാണ്, ചളുവാണ്. അപ്പൊ ആ ഒരു ലെവലിൽ വേണം ചോദ്യം ചോദിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ചളു അതൊക്കെ മനസ്സിലായി. ഞാൻ ചോദിക്കുന്നുണ്ടല്ലേ. പാമ്പന്റെ മക്കൾ രണ്ടും കണക്കാണെന്ന് അറിയാലോ. പറയൂ. ഓക്കെ, ഒരാള് കുളിക്കായിരുന്നു. എന്നിട്ട് ചാനാണോ പെണ്ണാണോ? ആണാണ്. ആൻസർ പറയണം, ഇത്രയൊക്കെ മാസ് കാണിച്ചിട്ട് ആൻസർ പറയണം കേട്ടോ. ഒരാള് കുളിക്കായിരുന്നു, പെട്ടെന്ന് വലിയൊരു വീഴ്ച വീണു. നല്ല വീഴ്ചയായിരുന്നു. ബക്കറ്റിന് മേലെ വീണു, ബക്കറ്റ് ഒക്കെ തുണ്ടായി. പ്ലാസ്റ്റിക് ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ബക്കറ്റ് പീസൊക്കെ എടുത്തിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി ഇത് നേരാക്കാൻ. വൈ? ബക്കറ്റ് നേരെയാക്കാൻ? അതെ. അതെന്തുകൊണ്ട്? അയാൾ വിവേക് ചേട്ടനായിരുന്നു, അതുകൊണ്ട്. ഇങ്ങനത്തെ പട്ടത്തിനൊക്കെ കുളിക്കുന്ന അല്ല, അതും കുറച്ച് മാച്ചിങ് ആണ്, പക്ഷെ അതല്ല. ബക്കറ്റ് കൊണ്ട് ഡോക്ടർ എടുത്ത് ആലോചിക്ക്. ബക്കറ്റ് പൊട്ടി, അതെടുത്തു ഡോക്ടറെ അടുത്ത് പോയി. അയാൾക്കല്ല, ബക്കറ്റിനെ ശരിയാക്കാൻ വേണ്ടിട്ട്. എന്തോ വലിയ പണ്ടത്തരാണ്. കുറച്ച് ബുദ്ധിയൊക്കെ വേണം, എന്നാലേ കിട്ടുള്ളൂ. എനിക്കതില്ല. പാസ് പറഞ്ഞേക്ക് കിട്ടില്ല. തല്ലരുത്. അതാണോ ഉത്തരം? അല്ല, ഡോക്ടർ ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിരുന്നു. പ്ലാസ്റ്റിക് ബക്കറ്റ്. ദൈവമേ, ശരിക്കും മാമന്റെ മക്കളാണ്. നീ വാ, ഞാൻ വഴി കാണിച്ചു തരാം. വെളിയില് വണ്ടിയും പറഞ്ഞു നിർത്തിയിരിക്കുന്നു. ഞാൻ ചളുവാണെന്ന് ആദ്യം പറഞ്ഞോണ്ട് നിങ്ങൾ ഇങ്ങനെ മാസരി പിടിച്ചേക്കില്ലേ? ചിരിക്കണം ഇതിനൊക്കെ. ചളുവിന് ഒരു പരിധിയുണ്ട്, പക്ഷെ ഇത് അപ്പൊ ഇതാർക്കും ഇഷ്ടമില്ല. ഇല്ല. ശരി, അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്മുവിനെ കുറിച്ചാണ് വിവേകേട്ടൻ ആൻസർ ചെയ്യണം. ഓക്കെ. കറുത്ത പക്ഷികൾ എന്ന സിനിമ അമ്മു അഭിനയിച്ചു. അതിൽ അമ്മുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താണ്? നോ വിവേകേട്ട, ഇങ്ങോട്ട് ആൻസർ. കം ഓൺ. മല്ലി. You know? Yeah. എന്താ ദൈവമേ. You told him, no? No, I didn't. അത് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതല്ലേ. സൂപ്പർ. ഓക്കെ, ഇനി സൗഭാഗ്യ ചേച്ചിക്ക് ചോദിക്കാം. അമ്മുവിന് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഏത് മൂവിക്കാ? അതും കഴിഞ്ഞ എപ്പിസോഡിൽ. So tough. ഊമക്കുയിൽ. ഊമക്കുയിൽ പാടുമ്പോൾ. I'm so happy. So emotional. ഓക്കെ, അമ്മു, ഇനി അമ്മുവിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ജീപ്പിലിരിക്കുന്ന 2 പേരുടെയും ബർത്ത്ഡേ അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ഏതൊക്കെയാണ് ദിവസങ്ങൾ? വിവേകേട്ടൻ വന്നിട്ട് April 3rd. ഫസ്റ്റ് എന്ന് പറഞ്ഞ പാടി ഞാൻ അല്ല, April 3rd. ചൗ വന്നിട്ട് April 5th. എന്റെ ബർത്ത്ഡേ June 20th. No? 22. June 20th. ഇത് പറയണേ. June 23rd. Sorry, അമ്മു. ഞാൻ വേണമെങ്കിൽ ഇമ്പോസിഷൻ എഴുതാം. അമ്മു, എന്റെ ബർത്ത്ഡേ ജൂണിലാണ് കേട്ടോ. Oh really? June 2nd. Oh wow. June connection. Oh, 2 April 2 June. High five. High five. Okay, next question. ഇനി വിവേകേട്ടൻ പറയാ. സൗഭാഗ്യ ചേച്ചി പഠിച്ച കോളേജ് അതേത് കോളേജ്? കോളേജ് നെയിം? കോളേജ് പഠിച്ചിട്ടില്ല. അങ്ങനൊന്നും പറയരുത്. നല്ല അടിപൊളി. അവർക്കറിയാം, എന്നാലും പഠിച്ചിട്ടുണ്ട്. പോരെ, ആ ഒരു സമാധാനത്തിൽ. ഏത് കോളേജ്? അതാണ് ക്വസ്റ്റ്യൻ. മാർവാനിയസ്. എനിക്കിപ്പോ മനസ്സിലായി വിവേക് എന്റെ അടുത്തുള്ള സ്നേഹം. എനിക്കറിയാം. RLV കോളേജ്. അവിടെ പഠിച്ചോ? അതിനുശേഷം അവിടെ പഠിച്ചിട്ടുള്ളൂ. അറിയായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. വിട്ടുകൊടുത്താണെന്ന് അമ്മുന്റെ ബർത്ത്ഡേ നമ്മളൊക്കെ തെറ്റിച്ച് പറഞ്ഞിട്ട് അമ്മുന് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടത്. അതൊന്നല്ല, വിവേക് ഒന്നും അറിയില്ല. ഓക്കെ, ഇനി വിവേകേട്ടനെ കുറിച്ചുള്ള ചോദ്യമാണ്. സൗഭാഗ്യ ചേച്ചി പറയാം. ഭയങ്കര പാടായിരിക്കും അതൊക്കെ. വിവേകേട്ടന്റെ മകന്റെ പേരെന്താ? അയ്യോ, എനിക്ക് ജൂനിയർ വിവേക് ഗോപലിനെ അറിയായിരുന്നു. പക്ഷേ എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല, പേരറിയില്ല. ജൂനിയർ വിവേകിനെ അറിയാവുള്ളൂ എനിക്ക്.
അയ്യോ, സീരിയസ് ആയിട്ട് അറിയില്ല? ഇല്ല, ഞാൻ ജൂനിയർ വിവേക് എന്നാ വിളിക്കുന്നത്, എനിക്കറിയില്ല. അറിയും. അമ്മു കമോൺ, അമ്മു സ്കോറിംഗ്. സിദ്ധു. അത് വീട്ടിൽ വിളിക്കുന്ന പേര് യഥാർത്ഥ പേര് സിദ്ധു പോരെ വിവേക് സിദ്ധാർത്ഥ്. യെസ്. കറക്റ്റ്. സിദ്ധുന്ന് ഞാൻ ഊഹിച്ചു. ഞാനല്ല ആദ്യം അത് പറഞ്ഞത്. സ്കോർ ചെയ്തത് I am so brilliant, huh? ഐ ആം സച്ച് എ കോപ്പി ക്യാറ്റ്. ഇല്ല, ജൂണില് പിറന്നവരൊക്കെ അങ്ങനെയാണ്. We are so brilliant. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നോ, വിവേകേട്ടനല്ല. ഇനി അമ്മുനെല്ലാം അറിയാ തോന്നുന്നു. അമ്മുൻ ചോദിക്കണോ? സൗഭാഗ്യ ചേച്ചിക്ക് ഒന്നുകൂടി തരട്ടെ. ധൈര്യമായിട്ട് കൊടുത്തു. വിവേകേട്ടനെ കുറിച്ച് കത്തേ പറയണേ. വിവേകേട്ടന്റെ ഫസ്റ്റ് ഫിലിം അറബി മൊട്ടകോ. Correct. വിവേകേട്ടൻ ശരിയാണ് പറ. വളരെ വളരെ ശരിയാണ്. Correct. അടിപൊളി. എന്തായാലും നന്നായി ആൻസർ ചെയ്തു എല്ലാവരും. ആൻസർ ചെയ്തു, കൂടുതൽ ആൻസർ ചെയ്തു. അതെ അതെ, അമ്മു ആണ് വിന്നർ. അല്ല, വിന്നറിനൊന്നുമില്ലേ? വിന്നറിന് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടാവും. കമ്മിങ്. അല്ല, വേണ്ട, വിന്നർ ആയാ മതി. ഫാൻ പെർഫോമൻസാ പറഞ്ഞത്. ഓ, ശരി. അത് വിന്നറിന് ഡെഡിക്കേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ. യെസ്.